നമ്മൾ ഇന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന തുണിയുടെ അളവെടുക്കുന്ന ഇത് പാറ്റേണിലാണ് കേട്ടോ. നിങ്ങളോ അതുപോലെ പുതിയ തുണികൾ കിട്ടുന്ന സമയത്ത് തുണിയിൽ തന്നെ ഡയറക്റ്റ് അളവെടുക്കാതെ പാറ്റേണിൽ ഇതുപോലെ കട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അവിടെ ഷോൾഡറിൽ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും, താഴ്ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അങ്ങനെ 11 ഇഞ്ച് എന്നുള്ളത് 12 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വരേണ്ടത്. ഷോൾഡർ നമ്മൾ അളവെടുത്ത സമയത്ത് 11 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ അളക്കുമ്പോൾ 5.5 ഇഞ്ച് എടുക്കരുത്, അതിൽ 1/2 ഇഞ്ച് കുറച്ച് 5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗത്തോട്ടും കൂടി 5 ഇഞ്ച് ഇറക്കി ഇങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കണേ. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ബാക്ക് സൈഡ് കൈക്കുഴിയാണ്. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് ഇതുപോലെ നീക്കി അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ വരയ്ക്കണം. ഇതാണ് ഫ്രണ്ട് കേട്ടോ. ഇനി നമ്മൾ ബെസ്റ്റാണ് നോക്കുന്നത്. ബെസ്റ്റിൻ്റെ ഭാഗത്ത് 25 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 25-ന് ടേപ്പ് ഇതുപോലെ കണക്ക് പ്രയാസമുള്ളവർ ടേപ്പ് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് അവിടെ ഒരു 1/4 ഇഞ്ച് ലൂസ് കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇനി വേസ്റ്റ് 21 ഇഞ്ചാണ്. 21-ൻ്റെ 4/1. ഇതിപ്പോൾ ഫ്രണ്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, അതുകൊണ്ട് 21-ൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസ്. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ലൂസ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ 1/4 ഇഞ്ചേ ഇടുന്നുള്ളൂ എന്ന് മാത്രം. എന്നിട്ട് ഓരോ ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തതിന് ശേഷം ഈ 2 വരകളും തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. കുറേ വര വരച്ച് വൃത്തികേടാക്കുന്നതിൽ നല്ലത് ഒറ്റ വരയിൽ അങ്ങ് തീർക്കുക. ഓക്കെ, ഇനി നമ്മൾ കഴുത്താണ് നോക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗം വരുന്ന സമയത്ത് 2 കഴുത്തുകൾ നമുക്ക് ഇവിടെ വേണം. ഒന്ന് ഇറക്കമുള്ള ഒരു കഴുത്തും പിന്നെ കോളറിൻ്റെ കഴുത്തും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തി. താഴ്ഭാഗം നമുക്ക് കഴുത്തിറക്കം വരുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചും 2.5യും ഈ 2 ലൈനും കൂടി നമ്മൾ യോജിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു കഴുത്ത് സെറ്റ് ചെയ്ത് വരച്ചേക്കാം. ഇത് വരച്ചതിന് ശേഷം ഇനി നമുക്ക് കോളറിൻ്റെ ഒരു നെക്ക് കൂടി ആവശ്യമുണ്ടല്ലോ. ആ കോളറിൻ്റെ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ കോളറിൻ്റെ അളവെടുത്തിട്ടുണ്ട്. ആ കോളർ എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൻ്റെ 5/1 നമുക്ക് പിന്നെ അടയാളപ്പെടുത്തേണ്ടത്, ഈ ഫ്രണ്ട് നെക്കിന് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 13 ഇഞ്ചിൻ്റെ 5/1 എന്ന് പറയുന്നത് 2.6 ആണ് കിട്ടുന്നത്. അത് നമ്മൾ റൗണ്ട് ചെയ്ത് 2.5 ഇട്ടാൽ മതി. 2.5 ഫ്രണ്ട് നെക്കായിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ഇതുവരെ 2.5. ഇനി കോളറിൻ്റെ വീതിയായിട്ട് നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ച് മതി. 2.5 നമ്മൾ ഇറക്കവും 2 ഇഞ്ച് പിന്നെ വീതിയിലും കൊടുക്കണം കേട്ടോ കഴുത്ത്. ഇനി ഈ കോളറിൻ്റെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാറ്റിയിട്ട് കോളറിൻ്റെ ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് താഴോട്ട് ഒരു പീസ് എക്സ്ട്രാ പീസ്, അതായത് കോളർ വയ്ക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് പോവേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ കോളറിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തി എവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് കോളറിൻ്റെ പീസായിട്ട് വേണ്ടത്. അപ്പോൾ 2 കട്ടിങ് നമുക്കിതിൽ വരും കേട്ടോ. ഇനി നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത്. കൈക്കുഴി വന്നിരിക്കുന്നത് 11.5ആണ്. അപ്പോൾ 5.75 തയ്യൽ തുമ്പ് പോയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് പോയിട്ട് ഈ ഒരു രീതിയിൽ 5.75 ഇഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് 5.75 ഇഞ്ച് വന്നതുകൊണ്ട് അവിടെ നമ്മൾ അടയാളപ്പെടുത്തി ഇതുപോലെ ഇങ്ങനെ വരച്ച് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ് കൈക്കുഴി നമ്മൾ വരയ്ക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആം ഹോൾ വരച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അളന്ന് നോക്കണം. അപ്പോൾ 5.75 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ അത് കറക്റ്റ് അളവാണ്. ആ കൈക്കുഴിയും ആ ചെസ്റ്റിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഭാഗവും നമ്മൾ യോജിപ്പിച്ച് ഒരുപോലെ ആക്കിയെടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് കുഴിച്ച് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി അവിടെ നിന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കേണ്ടത്. ഈ താഴ്ഭാഗം ഇങ്ങനെ ഒരു ചെറിയൊരു കർവ് കൂടി കൊടുത്തിട്ട് നമ്മളിനി ഇതിങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പീസ് കൂടി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കോളറിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ച്, ഇത് തയ്യൽ തുമ്പെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമുക്ക് ഒരു പീസ് കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആ ഒരു പീസ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് ഇത് എടുക്കുന്നതല്ല, ഞാൻ ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചില അപാകതകളൊക്കെ ഉണ്ടായേക്കാം, നിങ്ങൾ ക്ഷമിക്കണം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് കൈക്കുഴിയാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരച്ചപ്പോൾ ബാക്ക് കൈക്കുഴിയും കൂടി വരച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും നമ്മൾ ഫ്രണ്ട് കൈക്കുഴിയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് നമുക്ക് ഒരു യോക്ക് പാർട്ടില്ലേ, കോളർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്യണമല്ലോ, അതാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇനി നമ്മൾ ആ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേസിങ് വീൽ എടുക്കുക. ട്രേസിങ് വീല് നിങ്ങളെ കയ്യിൽ ഇല്ല എങ്കിൽ വാങ്ങിക്കണം. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ്. നമ്മൾ തയ്യൽ പഠിക്കുക മാത്രമല്ല, തയ്യലിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ശേഖരിച്ച് വയ്ക്കണം. എല്ലാം ഒരു പെർഫെക്റ്റ്. നമ്മളിപ്പോൾ കണക്ക് പഠിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ജോമെട്രി ബോക്സ് ഇല്ലാതെ കണക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതുപോലെ ഈ ഒരു ട്രേസിങ് വീല് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടി തന്നെ ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്ത് കൊണ്ടുപോവുക. എന്തുകൊണ്ടാണ് ഫ്രണ്ട് കൈക്കുഴിയായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ നമ്മൾ ഈ ഒരു പീസിലും കൂടി അത് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ആ ഫ്രണ്ട് കൈക്കുഴി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് ട്രേസ് ചെയ്തതിൻ്റെ മുകളിൽ കൂടി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പേപ്പർ നമ്മളെടുത്ത് മാറ്റിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ട്രേസ് ചെയ്തില്ലേ, ട്രേസിങ് വീല് വെച്ച് നമ്മൾ ട്രേസ് ചെയ്തത് നന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആ ട്രേസിങ് ചെയ്ത ആ സ്ഥലത്ത് കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ യോക്ക് പീസിൽ ഒരു 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം ഇടാനേ. ഈ ട്രേസ് ചെയ്തിരിക്കുന്ന അതിലേ കൂടി നമ്മൾ കട്ട് ചെയ്യരുത്. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ എന്ത് തയ്യലാണോ ചെയ്യുന്നത്, ഇപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ചെയ്യുന്നവരും ഉണ്ട്, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അവരുടെ തയ്യൽ തുമ്പിനനുസരിച്ചിട്ട് അവിടെ ഒരു തയ്യൽ തുമ്പ് കൂടി നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു പീസ് ബാക്കിനും കൂടി നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു ഈ ഒരു കട്ടിംഗ് പേപ്പറിൽ നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് എന്ന് എഴുതണം. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണല്ലോ നമ്മൾ എടുത്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഫ്രണ്ട് എന്ന് എഴുതണം, F എന്ന് എഴുതണേ. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കട്ടിങ് നമുക്ക് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ബാക്കിൻ്റെ കട്ടിങ്ങും കൂടി ചെയ്യണം. ഈ കട്ടിങ് കറക്റ്റ് ആയാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങും കറക്റ്റ് ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇനി അടുത്ത് ബാക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ബാക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചിട്ട്, ഇതെന്തിനാണെന്നറിയാമല്ലോ, ബാക്കിലാണ് നമ്മൾ ഹുക്ക് വയ്ക്കുന്നത്. അപ്പോൾ ബാക്കിൽ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഈ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് നമ്മൾ വെച്ചിട്ടാണ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രണ്ട് പീസ് പോലെ അല്ല കട്ടിങ് വരുന്നത്. ഈ കൈക്കുഴിയുടെ ഈ ഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ കോളറിൻ്റെ ഭാഗത്ത് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം നമുക്ക് കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ കൈക്കുഴി വരച്ചതിന് ശേഷം നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കുക. ട്രേസിങ് വീൽ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. ഇതുപോലെ നമ്മൾ ആ പീസ് വെച്ച് തന്നെ വരച്ച് ഇതുപോലെ ഇങ്ങോട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ ഈ ബാക്ക് കഴുത്തും നമുക്ക് 4 ഇഞ്ചാണ് വരുന്നത്. ബാക്ക് കഴുത്തിൻ്റെ വിഡ്ത്തും 2.5 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ കോളറിൻ്റെ ആ ഭാഗത്ത് 2 ഇഞ്ചും, ബാക്ക് കോളറിന് നമുക്ക് വരുന്നത് ഒരു 1.5 ഇഞ്ച് മതി കേട്ടോ. ബാക്ക് കോളർ നമുക്ക് 1.5 ഇഞ്ചുമാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഫ്രണ്ട് നെക്ക് വരച്ച് ഈ ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഫ്രണ്ടിന് വേറെ ആലില ആ ഒരു മോഡലും ഫ്രണ്ടിന് ഈ ഒരു നെക്കുമാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ 2 ഇഞ്ച് നമ്മൾ കോളറിന് അടയാളപ്പെടുത്തി ആ ഒരു ഇത് രണ്ടും കൂടി നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പീസ് കൂടി ഈ കോളറിൻ്റെ ആ ഭാഗത്ത് നമുക്കൊരു പീസ് വരയ്ക്കണ്ടേ. ആ പീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫ്രണ്ടിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തെടുത്താൽ മതി. ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു അളവുണ്ടല്ലോ ആ ഒരു രീതിയിൽ അതേ സെയിം രീതിയിൽ ഇതൊരു വരച്ചിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഇത് നമുക്ക് പേപ്പറിൽ തന്നെ കട്ട് ചെയ്യണം. വേറൊരു പേപ്പർ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പേപ്പറിൽ തന്നെ നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് നമുക്ക് ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാവേ.
ആദ്യം താഴ്ന്ന് കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴുത്ത് കട്ട് ചെയ്യരുത്. കഴുത്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കൈക്കുഴിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പീസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണേ. ഇത്രയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നേരത്തെ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തില്ലേ ആ സെയിം രീതിയിൽ ഇതിൻ്റെ യോക്ക് നമ്മളിവിടെ ട്രേസ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ട്രേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസ് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈക്കുഴിയും കഴുത്തും ഷോൾഡറും ഒക്കെ കൂടി നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഈ ഒരു രീതിയിൽ വരച്ചിട്ട് അതിൻ്റെ കഴുത്തും ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ തയ്യൽ തുമ്പിടാൻ വേണ്ടിയിട്ട് മറക്കരുത്. 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ തയ്യൽ തുമ്പിടണം. നിങ്ങളുടെ മനസ്സിൻ്റെ കടുപ്പം പോലെ നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പിടുന്നത് അത്രയും തയ്യൽ തുമ്പ് നമ്മൾ ആ പീസിന് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിൻ്റെ യോക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ബാക്ക് സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട. സ്പെല്ലിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര മിടുക്കിയാണ്. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ നെക്കും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ കോളറിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് ബ്ലൗസ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ എടുത്ത് കട്ട് ചെയ്ത ആ ഒരു യോക്ക് പീസ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ നിൽക്കും. കണ്ടോ, ബ്ലൗസ് പീസും ആ യോക്ക് പാർട്ടും ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ പീസ് ഫ്രണ്ട് പാർട്ടും നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് കട്ടിങ് കിട്ടും. ഇനി നമ്മൾ പഫ് സ്ലീവാണ് വെക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി ഇനി കൈക്കുഴി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 2-2.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം കൈക്കുഴിയുടെ ആ ഒരു കുഴി ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് വരയ്ക്കണം. ഇനി സ്ലീവിൻ്റെ കൈ റൗണ്ട് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു 4 ഇഞ്ച് എടുക്കരുത്, 4.25 ഇഞ്ച് എടുക്കണം. ഒരു ലൂസ് ഉണ്ടല്ലോ, നമ്മൾ ബോഡിയിൽ നിന്നല്ലേ മെഷർമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ 4.25 എടുത്തിട്ട് ഇതാണ് നമുക്ക് നോർമൽ സ്ലീവായിട്ട് വരുന്നത്. ഇവിടെ കൈക്കുഴി നമ്മൾ അളന്ന് നോക്കണം. 5.25 വരുന്നുണ്ടോ എന്ന് നോക്കണേ. 5.25 അവിടെ നിന്ന് ഇങ്ങനെ വരയിട്ട് ഇതാണ് നമ്മളുടെ നോർമൽ സ്ലീവായിട്ട് വരേണ്ടത്. പക്ഷെ നമുക്കിവിടെ വരേണ്ടത് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ പഫിനുള്ള ആ ഒരു പ്ലീറ്റും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 3 ഇഞ്ച് താഴെ ഒരു 3 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. ഇനി മുകളിൽ ഒരു 2.5 ഇഞ്ച് പഫിന് നമുക്ക് എത്ര പഫ് വേണോ അത്രയും ലെങ്ത് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഇടാം. ഇപ്പോൾ ഇത് നോർമൽ പഫ് സ്ലീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് മുകളിലും ഈ ഒരു രീതിയിൽ നമ്മൾ പഫ് മാറ്റി ഇനി ഇവിടെ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റിയിട്ട് ഈ ഒരു രീതിയിൽ വരച്ചെടുക്കണം. ഇതാണ് നോർമൽ കട്ടിംഗ് ആയിട്ട് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വരയ്ക്കണം. നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളത് കൊണ്ട് ആ പ്ലീറ്റ് കറക്റ്റിന് കിട്ടും, നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു വി മോഡലിൽ വരും. പക്ഷെ അത് നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പഫ് സ്ലീവിൻ്റെ ഒരു പറ്റുമെങ്കിൽ ഞാനൊരു വ്യക്തമായിട്ട് പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഇനി ഈ കട്ട് ചെയ്ത പാറ്റേണുകളെല്ലാം തന്നെ നമ്മൾ തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം.